ആദരണീയരായ വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവും പരിപാലകനുമായ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മളുടെ വളരെ പരിമിതവും ദുർബലവും ആയ ഈ ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ അപാര അനുഗ്രഹമായ വിശുദ്ധ റമളാൻ 16 പ്രവേശിച്ചിരിക്കുകയാണ്. നാളെ റമളാൻ 17. നമുക്കറിയാവുന്നതുപോലെ ഐതിഹാസികമായൊരു യുദ്ധം നടന്ന ദിവസമാണ് റമളാൻ 17, ബദർ യുദ്ധം. ഇസ്ലാം എന്ന അള്ളാഹുവിൻ്റെ ഈ മതം ജനങ്ങളിലെത്തിച്ച് അവരെ ആശാശ്വതമായ വിജയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ദൗത്യം ഏൽപ്പിക്കപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ജാഗ്രതയോടെയും വളരെ സൂക്ഷ്മതയോടെയും വളരെ ഇഖ്ലാസോടെയും ഈ സന്ദേശം ജനങ്ങളിൽ എത്തിച്ചു കൊണ്ടിരുന്ന മക്ക കാലഘട്ടം, താൻ ജനിച്ചു വളർന്ന പ്രിയപ്പെട്ട മക്കയിൽ ജീവിച്ച 10-13 വർഷക്കാലം ഒട്ടേറെ പീഡനങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും വിധേയനായി. ഇസ്ലാമിൻ്റെ അനുയായികളൊക്കെ തന്നെയും അവിധത്തിലെ പരീക്ഷണങ്ങൾക്ക് വിധേയരായി. ആദ്യം അബിസീനിയയിലേക്കും പിന്നീട് മദീനയിലേക്കും ഹിജറ പോവാനുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന സത്യവിശ്വാസികൾ ഏറ്റെടുക്കുകയും സ്വന്തം നാട് വിട്ട്, വീട് വിട്ട്, സ്വത്ത് വിട്ട്, പ്രിയപ്പെട്ടവരെ വിട്ട് മദീനയിലേക്ക് അവസാനം ഹിജറ പോവുകയും ചെയ്തിട്ട് അവിടെ സ്വസ്ഥമായി ദാവത്തുമായി ജീവിക്കാമെന്ന് കരുതിയ വിശ്വാസി സമൂഹത്തെ പിന്നെയും ഉന്മൂലനം ചെയ്യാനുള്ള കോപ്പുകൾ നടത്തിക്കൊണ്ടിരുന്ന ശത്രുക്കൾ. കച്ചവടമായിരുന്നു അവരുടെ പ്രധാന ബിസിനസ്, വരുമാനം. കച്ചവടത്തിലൂടെ ലഭിക്കുന്ന ലാഭം ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയുള്ള ദൗത്യത്തിനായി അതിലൊരു വിഹിതം മാറ്റിവെച്ചുകൊണ്ടായിരുന്നു അവർ നീങ്ങിക്കൊണ്ടിരുന്നത്. അബൂ സുഫിയാനും സംഘവും കച്ചവടാർത്ഥം യാത്ര ചെയ്യുന്നു എന്ന വിവരം അറിഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെയൊക്കെ പിന്നിൽ ശത്രുക്കൾക്ക് നേതൃത്വം നൽകുന്ന അബൂ സുഫിയാൻ അടക്കമുള്ളവരെ തടയാൻ വേണ്ടി രംഗത്ത് വന്നപ്പോൾ അബൂ സുഫിയാൻ ഈ വിവരമറിഞ്ഞ് അവരും കച്ചവട സംഘവും രക്ഷപ്പെടുകയും, എന്നാൽ രക്ഷപ്പെട്ട അബൂ സുഫിയാൻ മക്കയിലേക്ക് വിവരമറിയിക്കുകയും അബൂജഹലിന്റെ നേതൃത്വത്തിൽ 1000-ഓളം വരുന്ന ശത്രുക്കൾ സംഘടിതമായി സർവസന്നാഹങ്ങളോടെ പ്രവാചകനെ അഥവാ ഇസ്ലാമിനെ നേരിടാൻ വേണ്ടി മദീനയിലേക്ക് അഥവാ ബദറിലേക്ക് വന്നു. നമുക്കറിയാവുന്നതാണ് ആ സംഭവമായ ചരിത്രം. പ്രവാചകനോടൊപ്പം വളരെ ചുരുക്കം 319 അതിൽ താഴെയോ സഹാബികൾ മാത്രമുള്ള ആ സന്ദർഭത്തിൽ എന്ത് തീരുമാനമെടുക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചോദിച്ചപ്പോ, പ്രവാചകരെ അങ്ങ് നേതൃത്വം നൽകൂ, ഞങ്ങളൊപ്പമുണ്ട്, ഞങ്ങൾ കൈവിടില്ല പ്രവാചകരെ അങ്ങേ എന്ന് പറഞ്ഞ് അവർ പിന്തുണ നൽകുകയും അങ്ങനെ ബദറിൽ വെച്ച് പോരാട്ടം നടക്കുകയും ചെയ്തു. നമുക്കറിയാവുന്നതുപോലെ അതൊരു വല്ലാത്ത പോരാട്ടമായിരുന്നു. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് സമ്പന്നമായിരുന്നു ആ പോരാട്ടം. മലക്കുകൾ 1000-ഓളം മലക്കുകളെ അള്ളാഹു അയച്ചു. 319 അതിൽ കുറവോ ഉള്ള സഹാബികളെ സഹായിക്കാനായി 1000-ഓളം മലക്കുകളെ ഖുർആനത് വ്യക്തമാക്കുകയാണ്. മറ്റവരാണെങ്കിൽ 1000-ഓളം ആളുകളും അവരുടെയൊക്കെയും സർവസന്നാഹങ്ങളോടെയായിരുന്നു അവരുടെ വരവ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തി ഖിബ്ലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅദ്തനി, അല്ലാഹുമ്മ ആതി മാ വഅദ്തനി. അല്ലാഹുവേ, നീ എന്നോട് വാഗ്ദാനം ചെയ്തത് എനിക്ക് നീ നടപ്പിലാക്കി തരണമേ. ആത്യന്തികമായ ഒരു വിജയം നിനക്കുണ്ട്, ഇസ്ലാമിനുണ്ട് എന്ന അള്ളാഹുവിന്റെ വാഗ്ദാനം, രക്ഷക്കായി അള്ളാഹു ഒപ്പമുണ്ട് എന്ന അള്ളാഹുവിന്റെ വാഗ്ദാനം
ലഭിക്കാൻ വേണ്ടിയുള്ള പ്രവാചകന്റെ പ്രാർത്ഥന. കുറെ നേരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅദ്തനി, അല്ലാഹുമ്മ ആതി മാ വഅദ്തനി, അല്ലാഹുവേ എനിക്ക് നൽകിയ വാഗ്ദാനം നീ നിറവേറ്റി തരണമേ. അല്ലാഹുമ്മ ഇൻ തഹ്ലികി ഹാദിഹിൽ ഇസാബത്തു മിൻ അഹ്ലിൽ ഇസ്ലാം ലാ തുഅബദു ഫിൽ അർദ്, അല്ലാഹുവേ ഈ മുസ്ലിം കൂട്ടരെ ചെറിയ സംഘത്തെങ്ങാനും ശത്രുക്കൾ സർവസന്നാഹങ്ങളോടെയുള്ള ശത്രുക്കൾ ആക്രമിച്ചാൽ അല്ലാഹുവേ ഈ ഭൂമിയിൽ നിന്നെ ആരാധിക്കുന്നവർ ഇല്ലാതായി പോകും, അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് നേരം നിന്ന് പ്രാർത്ഥിച്ചു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന കണ്ട് അവസാനം അബൂബക്കർ സിദ്ദീഖ് അടക്കമുള്ള സഹാബികൾ മതിയാക്കൂ എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് പ്രവാചകൻ പ്രാർത്ഥന അവസാനിപ്പിച്ചത്. ആ പ്രാർത്ഥനയുടെ ഫലം, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം മലക്കുകളെ കൊണ്ട് അല്ലാതെയും ഒരുപാട് രീതിയിൽ അവർക്ക്, അല്ലെങ്കിൽ ശത്രുക്കളുടെ കൺമുമ്പിൽ സത്യവിശ്വാസികൾ എത്തിപ്പെട്ടപ്പോഴൊക്കെ തന്നെയും സത്യവിശ്വാസികൾ എവിടെയെന്ന് മനസ്സിലാകാൻ പോലും കഴിയാത്ത വിധത്തിൽ അവരുടെ കണ്ണുകൾക്ക് അവ്യക്തത വരുത്തുമാറുള്ള സഹായങ്ങളൊക്കെ പടച്ചവൻ ചെയ്തുകൊണ്ടായിരുന്നു ആ ബദറിൽ മുസ്ലിങ്ങളെ അള്ളാഹു വിജയിപ്പിച്ചത്. ഒന്ന് ഇത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ദുആ പ്രാർത്ഥന അനിവാര്യമാണ്. രണ്ട്, വിജയം ഒരിക്കലും ശക്തി കൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ ശക്തി കൊണ്ട് വിജയിച്ചു കൊള്ളണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ഖുറൈശികൾ, ശത്രുക്കൾ വിജയിക്കണമായിരുന്നു. പക്ഷേ ദുർബലരായ, സന്നാഹങ്ങളധികമൊന്നുമില്ലാത്ത ചുരുങ്ങിയ ദുർബലരായ സത്യവിശ്വാസികളായിരുന്നു അവിടെ വിജയിച്ചത്. കാരണം വിജയം നൽകുന്നത് അള്ളാഹുവാണ്. 3, വിനയാന്വിതനായിരിക്കണം. അഹങ്കാരത്തിന്റെ ആ ഗർവുമായി നടക്കരുത്. ഞാൻ അള്ളാഹുവിന്റെ വിനീതദാസനാണ്, എന്റെ ദൗത്യം, ഈ പ്രവാചകൻ എന്ന നിലയിൽ എന്റെ ദൗത്യം, അല്ലെങ്കിൽ ഇസ്ലാം എന്ന നിലയിൽ ഇസ്ലാമിന്റെ അനുയായികളായ നമ്മുടെ ദൗത്യം ഈ ജനങ്ങളിൽ ഈ സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് അഹങ്കാരത്തിന്റെയോ ഗർവിന്റെയോ അധികാരത്തിന്റെയോ ഒരു നേർത്ത അംശം പോലും നമ്മിലുണ്ടാവരുത് എന്ന പാഠം. അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ് എന്ന, അള്ളാഹുവേ നീ എന്നോട് നൽകിയ വാഗ്ദാനം നീ പൂർത്തീകരിച്ചു തരണമേ എന്നായിരുന്നു പ്രവാചകൻ പ്രാർത്ഥിച്ചത്. അതെ, അള്ളാഹു നൽകിയ വാഗ്ദാനങ്ങളൊക്കെ പുലരും എന്ന വസ്തുത, ഉറച്ച ഈമാൻ നമ്മിലുണ്ടാവണം. അങ്ങനെ ആ പോരാട്ടത്തിൽ നമുക്കറിയാവുന്നതുപോലെ 70ഓളം ശത്രുക്കൾ മരിച്ചു, 70ഓളം ശത്രുക്കളെ ബന്ദികളാക്കി. മുസ്ലിം പക്ഷത്തു നിന്ന് 14 പേരാണ് ഷഹീദായത്. ആ വലിയ വിസ്മയകരമായ ചരിത്രം എന്നും ഓർക്കുന്ന സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടം, ആ പോരാട്ടത്തിൽ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന മുഖ്യ പങ്ക് വഹിച്ചു, വിനയാനിതനായ സമീപനം മുഖ്യ പങ്ക് വഹിച്ചു. ഒപ്പം ശക്തിയേക്കാൾ പടച്ചവന്റെ സഹായമാണ് വിജയത്തിന് നിദാനമെന്ന കാര്യം ബോധ്യപ്പെട്ടു. അങ്ങനെയാണ് ബദർ യുദ്ധം സമാപിച്ചത്. ഇസ്ലാം പിന്നീട് കുതിച്ചു വളരുകയായിരുന്നു എന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത് നമ്മളിന്നൊരു യുദ്ധമുഖത്താണ്. പശ്ചിമേഷ്യ ഒരുപാട് നാടുകളായി സംഘർഷഭരിതമാണ്. പലസ്തീനെതിരെ, അല്ലെങ്കിൽ സ്വന്തം രാജ്യത്ത് നിന്ന് പോലും ആട്ടി പുറത്താക്കപ്പെടുന്ന രീതിയിൽ തിക്താനുഭവങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഫലസ്തീൻ, പശ്ചിമേഷ്യയിലെ ഫലസ്തീൻ. ഇപ്പോഴിതാ ഏറ്റവും പുതുതായി ഇറാൻ ഇസ്രായേൽ യുദ്ധം എന്ന ഒരവസ്ഥ വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ സമീപനം? ഇസ്ലാം ഒരിക്കലും യുദ്ധത്തെ അല്ലെങ്കിൽ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നേ ഇല്ല. ഉദിനലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമൂ വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. യുദ്ധത്തിന് ഇരയാകുന്നവർക്ക് അവർ മർദ്ദിതരായതിനാൽ തിരിച്ചടിക്കാൻ അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും അള്ളാഹു അവരെ സഹായിക്കാൻ കഴിവുള്ളവൻ തന്നെയാണ്. അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖിൻ ഇല്ലാ അൻ യഖൂലൂ റബ്ബുനല്ലാഹ്. ഒരു ന്യായവും കൂടാതെ, ഒരു ന്യായവും ഇല്ലാതെ ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ്, ഹസ്ബിയല്ലാഹു നിഅമൽ വക്കീൽ, അല്ലാഹുവാണ് ഞങ്ങളുടെ രക്ഷിതാവ് എന്ന ഒരു വിശ്വാസം ഉൾക്കൊണ്ടതിന്റെ പേരിൽ, അത് പ്രചരിപ്പിച്ചതിന്റെ പേരിലാണ്
നീ അവരെ സ്വന്തം നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് കുടിയിറക്കുന്നത്, അവരെ ഒഴിവാക്കുന്നത്. അള്ളാഹു ഉണ്ടെന്ന വിശ്വാസം, അള്ളാഹുവിനെ കുറിച്ച് യഥാർത്ഥ ബോധ്യത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന വിശ്വാസം ഉൾക്കൊണ്ടു എന്നതിന്റെ പേരിലാണ് ഇവർക്ക് പീഡനവും മർദ്ദനവും ഏൽക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിരോധിക്കാൻ അവർ ഇനിയും യുദ്ധസന്നാഹങ്ങളോടെ വരികയാണെങ്കിൽ പ്രതിരോധിക്കാനുള്ള അനുമതി ഇസ്ലാം നൽകി. യഥാർത്ഥത്തിൽ യുദ്ധമല്ല, പ്രതിരോധമാണ് ഇസ്ലാം നിർവഹിക്കുന്നത്. ബദറിൽ നമ്മൾ കണ്ടതാണ്. എന്നിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുദ്ധത്തിന് പോകുന്ന സഹാബികളോട് പ്രവാചകൻ പറയാണ്, ലാ തഖുല്ലു, നിങ്ങൾ വഞ്ചന കാണിക്കരുത്. യുദ്ധത്തിൽ ചതി കാണിക്കരുത്, വഞ്ചന കാണിക്കരുത്. വലാ തഖ്ദിറൂ, വിശ്വാസ വഞ്ചന കാണിക്കരുത് കേട്ടോ. വലാ തംസുലൂ, നിങ്ങൾ മൃതദേഹങ്ങൾ അഥവാ യുദ്ധത്തിന്റെ ആ പോരാട്ടത്തിനിടയിൽ മരിച്ചു പോകുന്ന ശത്രുക്കളുടെ മൃതദേഹങ്ങൾ വികൃതമാക്കരുത് കേട്ടോ. വലാ തഖ്തുലൂ വലീദൻ ഔ ഇംറഅതൻ വലാ കബീറൻ ഫാത്തിന, അതുപോലെ കുട്ടികളെ, സ്ത്രീകളെ, വൃദ്ധന്മാരെ നിങ്ങൾ വധിക്കരുത് കേട്ടോ. വലാ താജിലൂ സൗമതൻ വലാ തഖ്തഉ ഷജറ, അതുപോലെ ആരാധനാലയങ്ങളിൽ സന്യാസിമാരെ അവരുടെ ആരാധനാലയങ്ങളിൽ ചെന്നിട്ട് അവരെ ഉപദ്രവിക്കരുത്. എതിർപക്ഷത്തുള്ള ആളായിരുന്നെങ്കിൽ പോലും അവരുടെ ആരാധനാ കേന്ദ്രങ്ങൾ പോയി ആക്രമിക്കരുത്. മാത്രമല്ല വലാ തഖ്തഉ ഷജറ, നിങ്ങൾ മരങ്ങൾ വെട്ടി നശിപ്പിക്കരുത്, കെട്ടിടങ്ങൾ തകർത്ത് കളയരുത്. എത്ര മനോഹരമാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാം പഠിപ്പിക്കുന്ന യുദ്ധത്തിലെ ആ മാനുഷികത, ആ മാന്യത. വൃദ്ധന്മാരെ, സ്ത്രീകളെ, കുട്ടികളെ ഉപദ്രവിക്കരുത്, കെട്ടിടം തകർക്കരുത്, മരം മുറിക്കരുത്. സന്യാസിമാർ അല്ലെങ്കിൽ എതിർ നിൽക്കുന്ന ആളുകൾ ആരാധനാ കേന്ദ്രങ്ങളിലാണെങ്കിൽ അവിടെ പോയി ആക്രമിക്കരുത്, മൃതദേഹങ്ങൾ വികൃതമാക്കരുത്, അതുപോലെ വഞ്ചന കാണിക്കരുത് പോലുള്ള ആശയങ്ങൾ ജനീവ കരാർ നമുക്കറിയാം. ജനീവ കരാർ യുദ്ധത്തിൽ പാലിക്കേണ്ട നിയമങ്ങൾ അത് വന്നത് ഇപ്പോഴാണ്. അതിനും എത്രയോ മുമ്പ് ഇസ്ലാം കാണിച്ച, പ്രവാചകൻ കാണിച്ച ഈ സന്ദേശം ലോകത്തിന് മാതൃകയാണ്. ഒരു യുദ്ധരംഗത്തും ഈ മാതൃക ആരും പാലിക്കുന്നില്ല എങ്കിലും പഠിക്കേണ്ടതാണ് ഇസ്ലാമിന്റെ സന്ദേശം. ഒരു സ്കൂൾ ആക്രമിച്ച് ഏതാണ്ട് കുറെ കുട്ടികൾ, പെൺകുട്ടികളുടെ സ്കൂൾ ആക്രമിച്ച് പെൺകുട്ടികൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. പുതിയ ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ കുഞ്ഞുങ്ങളെ കൊന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതിക്രൂരമായ, നിഷ്ഠൂരമായ യുദ്ധതന്ത്രങ്ങൾ അവർ ഉപയോഗിക്കുകയാണ്. ഇസ്ലാം പറഞ്ഞ എത്ര മനോഹരമാണെന്ന് മനസ്സിലാക്കണം. ആശുപത്രികൾ ആക്രമിക്കുന്നു, സ്കൂളുകൾ ആക്രമിക്കുന്നു, അഭയാർത്ഥി കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു. ഇസ്ലാമിന്റെ നിലപാട് നമ്മൾ ഒന്നുകൂടി പഠിക്കണമെന്ന് നാം ഓർക്കേണ്ടതുണ്ട്. യുദ്ധം മനുഷ്യരെ കൊല്ലാതിരിക്കാൻ മാത്രമല്ല, മരങ്ങൾ വരെ, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ പോലും തകർക്കരുത് എന്ന് പഠിപ്പിച്ചിരിക്കുകയാണ്. വിഭവങ്ങൾ ഇല്ലാതാക്കരുത്, ഭക്ഷണങ്ങൾ ഇല്ലാതാക്കരുത് എന്നിത്യാദി ഏറ്റവും മൂല്യവത്തായ സന്ദേശങ്ങൾ യുദ്ധരംഗത്തും പാലിക്കണമെന്ന് ഇസ്ലാം കൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മിനാബ് എന്ന പ്രദേശത്തെ പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ തകർക്കുക വഴി അവിടെ നിന്ന് അനേകം പെൺകുട്ടികൾ മരിച്ചൊടുങ്ങുക വഴി ആലോചിക്കണം. ഈ ലോകത്തെ തന്നെ കരയിപ്പിച്ച, വിറപ്പിച്ച ദുരന്തങ്ങൾ പോലും യുദ്ധരംഗത്ത് ഇവർക്ക് കയ്യാളാൻ മടിയില്ല. ക്രൂരമായ മനസ്സിന്റെ ഉടമകളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമാ, നിന്റെ സഹോദരൻ അക്രമിയായാലും മർദ്ദിതൻ, ആക്രമിക്കപ്പെടുന്നവനായാലും നീ അവനെ സഹായിക്കണം. അപ്പൊ സഹാബികൾ ചോദിച്ചു, പ്രവാചകരെ, മർദ്ദിക്കപ്പെടുന്ന ആള്, മർദ്ദനം ഏൽക്കേണ്ടി വരുന്ന ആളുകളെ സഹായിക്കാം എന്നുള്ളത് മനസ്സിലാക്കാം. പക്ഷേ എങ്ങനെയാണ് മർദ്ദിതരെ, മർദ്ദിക്കുന്ന ആളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയാണ്, തഹജ്ജുസുഹു ഔ തംനഉഹു മിനൽ ദുൽമി ഫഇന്ന ദാലിക നസ്റുഹു, അവനെ അക്രമത്തിൽ നിന്നും തടയുക എന്നുള്ളതാണ് സഹായിക്കുക എന്ന് പറഞ്ഞാൽ. അക്രമത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുമ്പോ അതിൽ വളം വെച്ച് കൊടുക്കുക എന്നുള്ളതല്ല, അതിനെ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ കഴിയുമെന്നായിരിക്കണം അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദപ്പെട്ട ആളുകൾ, ഉത്തരവാദപ്പെട്ട രാജ്യങ്ങൾ, അവരുമായി ഇടപഴകാൻ സ്വാതന്ത്ര്യമുള്ള രാജ്യങ്ങൾ, രാജ്യത്തിലെ നേതാക്കന്മാർ
അവർ ആലോചിക്കേണ്ടതും ശ്രമിക്കേണ്ടതും. അല്ലാതെ എരുത്തിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുകയല്ല. ഇന്ന് കാണുന്നത് എരുത്തിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന സമീപനമാണ്. ഇനി യുദ്ധരംഗത്തെങ്ങാനും സൂറത്തുൽ അൻഫാൽ പറയാണ്, ഇനി അവർ സമാധാനത്തിലേക്ക് ചായ്വ് കാണിച്ചാൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവർക്ക് തോന്നുകയാണ്, ശത്രുക്കൾക്ക് തോന്നുകയാണ് സമാധാനത്തിന്റെ വഴിയിലേക്ക് പോകാം. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവർ വരികയാണെങ്കിൽ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ആ സമാധാനത്തിന്റെ അവസ്ഥയിലേക്ക് നിങ്ങളും വരണം എന്നാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ വചനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ തയ്യാറാവുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ വചനത്തിനപ്പുറം ഒരു കാര്യവും അവന്റെ ചിന്തയിലോ പ്രവർത്തനത്തിലോ ഉണ്ടാവുകയില്ല. അവനത് ഉൾക്കൊള്ളും. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി എന്റെ വിധി നിർണയിക്കുന്നത് അള്ളാഹു ആണെന്ന ബോധ്യം അവനുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു കൽപ്പിച്ച മുറപ്രകാരമല്ലാതെ അവൻ ജീവിക്കുകയില്ല. എന്നാൽ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ ആളുകൾ, വിശ്വാസത്തെ വെറും ഒരു ജലരേഖ മാത്രമായി കാണുന്ന ആളുകൾ, അവർക്കിതൊന്നും ഒരു വിഷയമല്ല. അവർക്ക് യുദ്ധം ചെയ്യണം, ആയുധം വിൽക്കപ്പെടണം, പണം സമ്പാദിക്കണം, എണ്ണ ശേഖരിച്ചു വെക്കണം, ശത്രുക്കൾ ആരായിരുന്നാലും അവരെ ഒതുക്കണം, കൊന്നൊടുക്കണം. കൊലയും അക്രമവും രാജ്യങ്ങൾ നശിപ്പിക്കുന്നതുമൊന്നും അവർക്കൊരു പ്രയാസമുള്ള കാര്യമേ അല്ല. അതൊക്കെയും അവിടുത്തെ വിഭവങ്ങളൊക്കെയും തന്റേതാക്കി മാറ്റാനുള്ള യജ്ഞയാണ് അവർക്കുള്ളത്. അത്തരത്തിലുള്ള ക്രൂരന്മാരാൽ ഒരുപാട് യുദ്ധങ്ങൾ ലോകത്ത് നടന്നു. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ നിസ്സഹായരായ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടായിരുന്ന ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിനല്ല കോടാനുകോടി ആളുകളാണ് ഇത്തരം യുദ്ധങ്ങളിലൂടെ മരിച്ചൊടുങ്ങിപ്പോയത് എന്ന് നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഇറാൻ എന്ന രാജ്യം ആരാണ്? നമുക്കറിയാം, സുന്നി ഷിയ തർക്കം. സുന്നികളിൽപ്പെട്ട വിഭാഗമല്ല ഇറാനിൽ, അല്ലെങ്കിൽ ഇറാന്റെ ഭരണകൂടവും ഇറാനിലെ ഭൂരിപക്ഷം ജനങ്ങളും ഷിയ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഷിയ വിഭാഗം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് ഏതാണ്ട് പുറത്തു പോയ വിഭാഗമാണ് എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ ഏകീകരിച്ച് പറഞ്ഞിരിക്കുന്നത്. അവരുടെ വിശ്വാസം അനുസരിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അടക്കമുള്ള സഹാബികളെ അവരൊരിക്കലും ആദരിക്കുകയോ പരിഗണിക്കുകയോ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അവർക്കെതിരെ ശാപപ്രാർത്ഥനകൾ വരെ നടത്തുന്നുണ്ട്. അത്തരത്തിൽ അലി റളിയല്ലാഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് മുന്നേറേണ്ടതാണെന്ന് വിശ്വസിക്കുന്ന, അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയ ഒരു വിഭാഗമാണ്. അവർക്ക് സുന്നികളോട് ഈ ശത്രുതയുണ്ട്. സുന്നി വിഭാഗത്തെ അവർ പരമാവധി ഉപദ്രവിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുണ്ട്. പക്ഷേ പുതിയ വർത്തമാനകാലത്തെ സംഭവം എന്താണ്? അത് സുന്നി ഷിയ വിഷയത്തിന്റെ പേരിൽ ആണോ അവിടെ ഒരു യുദ്ധമുണ്ടായിരിക്കുന്നത്? ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചിരിക്കുന്നത്? ഒരിക്കലുമല്ല. ഇറാൻ പശ്ചിമേഷ്യ എന്ന ആ പ്രദേശം മൊത്തം സംഘർഷഭരിതമാക്കാനുള്ള ഒരു ഗൂഢമായ ശ്രമത്തിന്റെ ഭാഗമാണ്. ഇവിടെ ഇറാനെയും പലസ്തീന് ശേഷം ഇറാനെയും ആക്രമിക്കാനുള്ള ഇവരുടെ താല്പര്യത്തിന്റെ പിന്നിൽ, അതിന്റെ പിന്നിൽ നേരത്തെ സൂചിപ്പിച്ച കച്ചവട തന്ത്രമുണ്ട്, ഒപ്പം രാഷ്ട്രീയപരമായ കാരണങ്ങളുമുണ്ട്. അതൊന്നും വിശദീകരിച്ച് പറയാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. പറഞ്ഞു വരുന്നത്, ഇറാൻ ഇവിടെ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇറാൻ പ്രതിരോധത്തിന്റെ പേരിൽ ചെയ്തു കൂട്ടുന്നതോ കുറെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് മിസൈൽ അയച്ചുകൊണ്ട് അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കുന്ന സമീപനവും ഇറാൻ നിർവഹിക്കുന്നു. തെറ്റായ കാര്യമാണ്. അവർ പറയുന്ന ന്യായീകരണം അമേരിക്കൻ കേന്ദ്രങ്ങളെ, ഗൾഫിൽ തമ്പടിച്ചിരിക്കുന്ന അമേരിക്കൻ കേന്ദ്രങ്ങളെ മാത്രമാണ് ഉപദ്രവിക്കുന്നത് എന്നാണ്. എന്നിരുന്നാലും ഗൾഫ് ജീവിതത്തിൽ അവിടെ പ്രയാസകരമായ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതിൽ നിന്ന് ഇറാൻ ഉറപ്പായും പിന്മാറണം. എന്നാൽ ഒമാൻ അടക്കമുള്ള രാജ്യങ്ങളെ ഇറാൻ ആക്രമിച്ചു എന്ന വാർത്ത വന്ന ശേഷം ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, ഒമാനെ ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല.
മാത്രമല്ല സൗദി അടക്കമുള്ള രാജ്യങ്ങളിൽ പോയ മിസൈലിന്റെ പിന്നിൽ മൊസാദ് എന്ന ഇസ്രായേൽ ചാരസംഘടനയാണ് എന്ന് വരെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ കുളം കലക്കി മീൻ പിടിക്കുന്ന ആരൊക്കെയോ ഇതിലുണ്ട്. എല്ലാം ഇറാന്റെ പേരിൽ പഴിചാരി രക്ഷപ്പെടാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഒന്നുകൂടി നാം അറിയണം, ഇറാൻ ഷിയാക്കളുടെ വിശ്വാസത്തെക്കുറിച്ച് നാം സൂചിപ്പിച്ചു. 2019 മെയ് മാസത്തിൽ മക്കയിൽ വെച്ചൊരു കോൺഫറൻസ് 1200ഓളം ലോകത്തെ ഷിയാ സുന്നി വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന പണ്ഡിതന്മാരൊക്കെ ചേർന്നുകൊണ്ടുള്ളൊരു യോഗം, ഒരു കോൺഫറൻസ് നടന്നു മക്കയിൽ വെച്ച്. എന്നിട്ട് അവിടെ നിന്ന് എടുത്ത തീരുമാനം ഇനി അങ്ങോട്ട് ഒന്നിച്ചു നിൽക്കാനുള്ള ആവശ്യകത ബോധ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത്, ഷിയാക്കളിലെ തീവ്രവാദപരമായ സമീപനം, സഹാബികളെ അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ സുന്നികൾ ഉൾക്കൊള്ളുന്ന, വിശ്വസിക്കുന്ന, ആദരിക്കുന്ന സഹാബികളെ അധിക്ഷേപിക്കുന്ന സമീപനം അവസാനിപ്പിക്കണം. മതത്തിന്റെ പേരിൽ മിതവാദമേ പാടുള്ളൂ, തീവ്രവാദം പാടില്ല. അതുപോലെ മീഡിയകൾ ഒരിക്കലും വിഭാഗീയത വളർത്തുന്ന വാർത്തകൾ കൊടുക്കരുത് പോലുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ വെക്കുകയും അതിൽ ഇത്തരം പണ്ഡിതന്മാർ ഒപ്പിടുകയും ചെയ്തു. 2025 കഴിഞ്ഞ വർഷത്തിൽ ഈ നിയമം കുറച്ചുകൂടി ശക്തമാക്കി കൊണ്ടുവന്നു. പുതിയ അവസ്ഥയാണ്. എന്നിട്ടും നമ്മിൽ പലരും അമേരിക്ക എന്ന ലോക പോലീസ് നടത്തുന്ന ക്രൂരത, ആ ക്രൂരതയെ മയപ്പെടുത്തുന്ന രീതിയിൽ ഇറാനെതിരെ വാക്കുകളും ശരങ്ങളുമായി വരികയാണ് നമ്മിൽപ്പെട്ട ചില ആളുകൾ, ചില പണ്ഡിതന്മാർ. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ഇറാന്റെ നയങ്ങളും നിലപാടുകളും വിശ്വാസവും ഒന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. പക്ഷേ ഇങ്ങനെ ഒരു കരാർ കൂടി വന്ന സാഹചര്യത്തിൽ ആ കരാറിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പരസ്പരം മർദ്ദിക്കപ്പെട്ടവനോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള ഒരു സമീപനം നമ്മൾക്കുണ്ടാവണം. പക്ഷേ ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്ന സ്വഭാവം മാറ്റണം, അത് നിർത്തണം. ഗൾഫ് രാജ്യം, പ്രത്യേകിച്ചും സൗദിയിൽ വെച്ചാണ് ഇങ്ങനെ ഒരു കോൺഫറൻസ് ചാർട്ടർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ആ ഗൾഫ് രാജ്യങ്ങളുമായി സഹവർത്തിത്വത്തോടെ കഴിയാനുള്ള ഒരു സമീപനം ഇറാൻ ഉണ്ടാവണം. എന്നാൽ ഇറാൻ എന്ന വൻശക്തി അമേരിക്കക്ക് നേരത്തെ ഭീഷണിയായിരുന്ന ഇറാഖിനെയും ലിബിയയും ഒക്കെ ഒതുക്കിയ ശേഷം ഇറാൻ എന്ന ശക്തിക്കെതിരെ അമേരിക്ക നീങ്ങുകയാണ്. ആ കളിയെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നമ്മുടെ ആവേശം ഒരിക്കൽ പോലും ഇറാനെതിരായിക്കൊണ്ട് മറ്റുള്ളവരുടെ ആ കുരുട്ടുബുദ്ധിയെ ദുർബലപ്പെടുത്തുന്ന സമീപനമാകരുത് എന്ന് പ്രത്യേകം നാം മനസ്സിലാക്കേണ്ടതാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഒന്നിച്ചു നിൽക്കുക എന്നൊരു സമീപനം നമുക്കുണ്ടാവണം. നമുക്കറിയാം, ഈ ഇന്ത്യ മഹാരാജ്യത്ത് 980കളിൽ ശരീഅത്തിനെതിരെ നിയമവുമായി സുപ്രീം കോടതി വന്നപ്പോ നമ്മളൊക്കെ ഒന്നിച്ചില്ലേ? എല്ലാവരും ഒന്നിച്ചില്ലേ? മുജാഹിദും സുന്നിയും ജമാഅത്തും തബ്ലീഗും ഒക്കെയും ഷിയാക്കളിൽപ്പെട്ട ചില വിഭാഗങ്ങൾ വരെ അതിലുണ്ടായിരുന്നു. അപ്പോ സുന്നികളെ വിമർശിച്ചുകൊണ്ട് നമ്മളാരും പ്രസംഗം നടത്തിയില്ല. ആ വിഷയത്തിൽ ഒന്നിക്കേണ്ട സന്ദർഭത്തിൽ ഒന്നിക്കണം. പുതിയ പൗരത്വ ബില്ല് നമുക്കറിയാം, നമ്മൾ ഒന്നിച്ചാണുള്ളത്. അപ്പോ നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സുന്നി വിഭാഗത്തെ നിങ്ങൾ ശിർക്ക് ചെയ്യുന്നവരാണെന്ന് പറഞ്ഞ് ആട്ടി അകറ്റുകയാണോ നമ്മൾ ചെയ്യേണ്ടത്? ഒരിക്കലുമല്ല. ഒന്നിക്കേണ്ട സന്ദർഭത്തിൽ ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള പോരാട്ടമാണ് നടക്കേണ്ടത്, ഒന്നിച്ചു നിന്നുള്ള സഹകരണമാണ് നടക്കേണ്ടത്. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും യുദ്ധത്തിൽ മുനാഫിഖുകൾ വന്നിട്ട് പോലും അവരെ പിരിച്ചുവിട്ടില്ല. പ്രവാചകൻ ഇസ്ലാമിന്റെ ഒരുപാട് ത്യാഗോജ്ജലമായ യുദ്ധരംഗങ്ങളിൽ മുശ്രിക്കുകളിൽപ്പെട്ട ബഹുദൈവ വിശ്വാസികൾപ്പെട്ട ആളുകൾ വരെ ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കാനും യുദ്ധത്തിൽ പങ്കുചേർന്നിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഫലസ്തീൻ ഒരു വിഷയമാണ്, ഇറാൻ നാളെ ഒരു വിഷയമാകും. അങ്ങനെ അത് പടർന്ന് വലിയൊരു ദുരന്തമായി തീരും മുമ്പേ തന്നെ കാര്യങ്ങളെ യഥാവിധി തിരിച്ചറിയാനുള്ളൊരു ബോധം നമുക്കുണ്ടാവണം. പ്രിയപ്പെട്ടവരെ, എന്താണ് പരിഹാരം? സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനെന്താണ് പരിഹാരം? നമ്മുടെ കയ്യിൽ രാജ്യത്തിന്റെ ചുക്കാനില്ല, നമ്മൾ രാജ്യങ്ങളെ നിയന്ത്രിക്കുന്നവരല്ല, സാധാരണക്കാരാണ്. എന്താണ് പരിഹാരം?
എന്താണ് പരിഹാരം? നേരത്തെ സൂചിപ്പിച്ച ബദർ യുദ്ധത്തിന്റെ തൊട്ടു മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന ആ പ്രാർത്ഥനയാണ് നമ്മുടെ മനസ്സിൽ നിന്നും ഉയരേണ്ടത്. അള്ളാഹുവിനോട് ആ പ്രാർത്ഥനയാണ് നമ്മുടെ മനസ്സിൽ നിന്നും ഉയരേണ്ടത്. ഈ വിശ്വാസം ഉൾക്കൊണ്ടു എന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നു എന്നതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന വിഭാഗം എന്ന നിലക്ക് നമ്മൾ അള്ളാഹുവിനോട് നിഷ്കളങ്കമായ പ്രാർത്ഥന തുടർന്നുകൊണ്ടേ ഇരിക്കണം. ഒന്ന് നാം മനസ്സിലാക്കണം, ലോകത്തെ മനുഷ്യന്മാരൊക്കെയും സഹോദരന്മാരാണ്, ഒരു ഉമ്മയുടെയും ബാപ്പയുടെയും മക്കളാണെന്ന് പ്രഖ്യാപിച്ച ഏക മതം ഇസ്ലാമാണ്. ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസാ, നമുക്കറിയാവുന്നതാണ് ആയത്ത്. ഇസ്ലാം പഠിപ്പിക്കുന്ന മറ്റൊന്ന് നന്മക്കൊപ്പം ചേർന്ന് നിൽക്കുക, തിന്മയെ അകറ്റുക. നന്മക്കൊപ്പം ചേർന്ന് നിൽക്കുക, തിന്മയെ അകറ്റുക. പുണ്യങ്ങൾ, പാവങ്ങൾ, പ്രയാസപ്പെടുന്നവർ, ദുരിതർ, ആക്രമിക്കപ്പെട്ടവർ, അവരെയൊക്കെ സഹായിക്കുക. വിശക്കുന്നവരെ, വിഷമിക്കുന്നവരെയൊക്കെ സഹായിക്കുക. മനുഷ്യബന്ധങ്ങൾ അതിനൊരു പോറൽ പോലും ഉണ്ടാക്കരുത്. അക്രമം, ദ്രോഹം, കയ്യേറ്റം, വഞ്ചന, പരദൂഷണം, അസൂയ, കളവ്, കൃത്രിമം, സാമ്പത്തിക ചൂഷണം, മോഷണം, കൈക്കൂലി, ഇതൊന്നും അനുവദനീയമല്ല, പാടില്ല. ഓരോ മനുഷ്യന്റെയും അവകാശങ്ങൾ വകവെച്ചു കൊടുക്കണം. അവളുടെ അഭിമാനം സംരക്ഷിക്കണം. മദ്യം, ചൂതാട്ടം, പലിശ, വ്യഭിചാരം പോലുള്ള തിന്മകളൊക്കെ ഇസ്ലാം നിരാകരിക്കുകയും മനുഷ്യർക്ക് സമാധാനപൂർവ്വം ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യമായ നന്മകൾക്കൊപ്പം ചേർന്ന് നിൽക്കാൻ ഇസ്ലാം കൽപ്പിക്കുകയും ചെയ്തു. നന്മയുടെ മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ യുദ്ധരംഗത്തും നന്മ വേണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിരിക്കെ ആ നിലപാടുമായി മുന്നോട്ട് പോവേണ്ടവരാണ് നാം. മനസ്സിലാക്കേണ്ടത്, ഈമാൻ എന്നത് ആരാധനാ കർമ്മങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല, അത് സഹജീവികളോടുള്ള സ്നേഹം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്കപ്പുറം മനുഷ്യർ, പീഡിപ്പിക്കപ്പെടുന്നവർ, വിശ്വാസികൾ എന്ന നിലക്ക് ഐക്യപ്പെടേണ്ട ഘട്ടങ്ങളിലൊക്കെയും ഐക്യപ്പെടാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാവണം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നാം ശത്രുത വെച്ചു പുലർത്തിക്കൊണ്ടല്ല, മറിച്ച് സ്നേഹവും നീതിയും സത്യവും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കണം ലോകത്തെ മാറ്റിമറിക്കേണ്ടത്. ആയുധങ്ങൾ കൊണ്ടല്ല, മനസ്സാന്നിധ്യം കൊണ്ടാണ് ലോകത്തെ മാറ്റിമറിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനാ നിർഭരമായ മനസ്സ്, പശ്ചിമേഷ്യയിലെ പ്രയാസങ്ങൾക്ക് അറുതി വരാനുള്ള പ്രാർത്ഥനാ നിർഭരമായ മനസ്സ് പ്രത്യേകിച്ച് റമദാനിൽ നമുക്കുണ്ടാകണം. അങ്ങനെ മുന്നേറാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. സത്യം വിജയിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ ലോകം തിരിച്ചെത്തട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.